നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ഓണം മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടൊരു ഹാപ്പി ഓണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഫോർഡബിൾ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ്. എല്ലാം അണ്ടർ ₹300 ആണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ പ്രൈമറൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു ഡബിൾ എഫക്റ്റാണ്. മോയ്സ്ചറൈസറായിട്ടും നമുക്ക് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ ഒരു സിലിക്കോൺ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്ന പോലെ ഇത് ജെല്ലല്ലേ, അപ്പോൾ അങ്ങനെയും ഒരു സ്മൂത്ത് ബേസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഫൗണ്ടേഷൻ വന്നിട്ട് ഫേസസ് കാനഡയുടെ ഈ ഒരു വെയ്റ്റ്ലെസ് മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷനാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 3 ആണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഷെയ്ഡ് ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ടാവും. ലിങ്ക് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എനിക്ക് പെർഫെക്റ്റ് ആണ്. എൻ്റെ സ്കിൻ ടോണിലുള്ളവർക്ക് ഇത് കറക്റ്റായിരിക്കും. ഒരു സ്കിൻ ലൈക്ക് ഫിനിഷാണ് ഇതിന്. അതുപോലെ തന്നെ ഒരു മീഡിയം കവറേജേ ഉള്ളൂ. അങ്ങനെ ഒരു ഭയങ്കര കവറേജ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ശരിക്കും ഒരു സ്കിൻ ലൈക്ക് ഫിനിഷാണ് നമുക്ക് കിട്ടുക. എന്നാലും എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നിനൊക്കെ നല്ലതായിരിക്കും. നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് കൺസീലർ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഞാനിതിൽ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ ഇത് ഉറപ്പായിട്ടുണ്ടാവും. ഒരു അടിപൊളി ഒരു കൺസീലറാണ്. ഈ ഒരു പ്രൈസിന് ഇത് ശരിക്കും വർത്താണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു പുതിയൊരു കൺസീലർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേയും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ. അപ്പോൾ ഇത് അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ച് യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ സ്വിസ് ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസീലർ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അടിപൊളിയാണ്. ഓക്കെ, അടുത്ത ഞാൻ കോമ്പാക്റ്റിന് എടുത്തിട്ടുള്ളത് ഫേസസ് കാനഡയുടെ ഒരു കോമ്പാക്റ്റാണ്. ഇതൊരു നോർമൽ കോമ്പാക്റ്റാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയാനൊന്നുമില്ല. ഒരു 150 ഒരു 170 ആ ഒരു പ്രൈസൊക്കെ ഉള്ളൂ. അതിനുള്ള ഒരു കോമ്പാക്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മ്യൂസിക് ഫ്ലോറിൻ്റെ ഐബ്രോ ജെല്ലല്ല, ഇത് ജെൽ ഐലൈനറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്. ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇത് നല്ല പ്രോഡക്റ്റാണ്. എനിക്കിത് ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ബ്ലാക്കും ബ്രൗണും നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്തത്. എഗെയിൻ സ്വിസ് ബ്യൂട്ടി എന്നുള്ള ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഇങ്ങനെ 9 കളേഴ്സ് വരുന്നൊരു പാലറ്റാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് 01 ആണ്. അത്യാവശ്യം നല്ല ഷെയ്ഡ് റേഞ്ചസ് ഉണ്ട്, ഒരുപാട് ഉണ്ട്. അപ്പോൾ ഇതും നല്ല ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഈ ഒരു പ്രൈസിന് നല്ല പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ സൂക്ഷിച്ച് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടാണ് ഐ മേക്കപ്പ് എടുത്തിട്ടുള്ളത്. ഈ കാണിച്ചൊരു ഷെയ്ഡ് വെച്ചിട്ട് ഫസ്റ്റ് ക്രീസ് ഒന്ന് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഞാൻ ഔട്ട് ഓഫ് വീല് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീലർ പറഞ്ഞ പോലെ സ്വിസ് ബ്യൂട്ടിയിൽ നിന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ഐ ഷാഡോ പാലറ്റ്. വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. നിങ്ങൾക്കിത് ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലഷായിട്ടും ബ്രോൺസറായിട്ടും ഒക്കെ എടുത്തത് ഈ ഒരു സെയിം പാലറ്റാണ്. അപ്പോൾ ഒരുപാട് കളർ വേരിയൻസ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ഞാൻ എടുത്തിട്ടുള്ള സ്വിസ് ബ്യൂട്ടി എന്നുള്ള ഈ ഒരു ലിക്വിഡ് ഐ ഷാഡോ ആണ്. ഇതും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലിക്വിഡ് ഐ ഷാഡോ ആണ്. നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഹൈ എൻഡ് ബ്രാൻഡൊക്കെ വാങ്ങുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഐലിഡ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഫെസ്റ്റീവ് വൈബ് വരാനായിട്ട്. ഓക്കെ, അടുത്ത എടുത്തിട്ടുള്ള ഐലൈനർ വന്നിട്ട് ലാക്മിയുടെയാണ്. സിമ്പിളായിട്ടൊരു ഐലൈനർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കാജലായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ LITയുടെ കാജലാണ്. ബിലോ 100 ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു 80 റുപ്പീസിനൊക്കെ കിട്ടും. പക്ഷെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്മഡ്ജ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ സ്മഡ്ജ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്മോക്കി ഐസൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കാജൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള മസ്കാര വന്നിട്ട് മേബിലിൻ്റെ ക്ലോസൽ മസ്കാര. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മേബിലിൻ്റെ ഒരു അടിപൊളി മസ്കാരയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഐ മേക്കപ്പ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോൺസറായിട്ടൊക്കെ ഞാൻ എടുത്തത് ഈ ഒരു സെയിം പാലറ്റ് തന്നെയാണ്.
പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞാൻ കുറച്ചുകൂടി പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പുതിയ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഡെലിവറി ലേറ്റാണ് കേട്ടോ, ഒരുപാട് പ്രോഡക്റ്റ്സ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാനിങ്ങനെ കാണിക്കുകയാണ്. എന്തായാലും എല്ലാം ബിലോ 300 വരണമല്ലോ, അപ്പോൾ അത് കാരണം പ്രോഡക്റ്റ്സൊക്കെ കുറച്ച് കമ്മിയാണ്. എന്തായാലും അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രോൺസർ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. നോസൊക്കെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ബ്ലഷ് ആയിട്ടും ഞാൻ പറഞ്ഞ പോലെ അതൊരു പീച്ചല്ല, ഒരു കോറൽ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ ബ്ലഷ് ചെയ്ത സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു ബാക്കിയുള്ള ബ്ലഷ് നമുക്ക് ആ ബ്രഷിൽ വരുന്നത് വെച്ചിട്ട് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത ഹൈലൈറ്ററായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഹൈലൈറ്ററാണ്. ഇത് ബ്രിക്ക് ഹൈലൈറ്ററാണ്. അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്ററാണ്. എല്ലാ സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഹൈലൈറ്ററാണ്. അപ്പോൾ ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബേസ് മേക്കപ്പ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലിപ്സ്റ്റിക്ക് കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിന് 2 എടുത്ത് വെച്ചു. ലാക്മിയുടെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെ സെലക്ട് ചെയ്തു. ഇതാണ് എനിക്ക് തോന്നി ഈ ഒരു ഔട്ട്ഫിറ്റിന് പോകുന്നത് ഇതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. നിങ്ങളെന്തായാലും ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ, ഇതൊരു കുർത്ത മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാൻ ചെയ്തത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ചെയ്തതുകൊണ്ട് കുർത്തയാക്കി കേട്ടോ ഔട്ട്ഫിറ്റ്. ഇനി ഒരു ലുക്ക് കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ആക്സസറീസും ഒക്കെ സിമ്പിളാണ്. ഈ ഇയറിങ്സും ഔട്ട്ഫിറ്റും ഞാൻ രണ്ടും ആമസോണിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്